ഹായ് ആൾ, ഇന്ന് നമുക്ക് ഇലക്ഷനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു ഇലക്ഷനെ പറ്റി, ഇലക്ഷന്റെ ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന്. ഇന്നൊക്കെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയും ബാക്കിയുള്ള കാര്യങ്ങളും കൂടി പഠിക്കാം. SCERT 5th സ്റ്റാൻഡേർഡ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ് ആണ്. അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞാൽ ഇലക്ഷന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ഒരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. അതാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത്. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, ഉപരാഷ്ട്രപതി എന്നീ പദവികളിലേക്കും പാർലമെന്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയിലേക്കും സ്വതന്ത്രവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് നടത്തുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്ന് പറയുന്നത്. ഇതിൽ എത്ര അംഗങ്ങളാണുള്ളത് എന്ന് നോക്കുകയാണെങ്കിൽ 3 അംഗങ്ങളാണ് ഉള്ളത്. 3 അംഗങ്ങൾ പറഞ്ഞാൽ 3 അംഗങ്ങളുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. അതായത് 3 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറും ഉണ്ടാവും. ബാക്കിയുള്ള എല്ലാവരെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇത്രയും കാര്യങ്ങളാണ് SCERT 5th സ്റ്റാൻഡേർഡ് ബുക്കിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ ഒരുപാട് കുറച്ചുകൂടി ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് വേറെ ഒരു വീഡിയോയിൽ ചെയ്യാം. 5th സ്റ്റാൻഡേർഡ് SCERT ബുക്കിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഇലക്ഷനെ പറ്റിയുള്ള ഒരു ബേസിസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ക്ലാസ്. ഇതിനുശേഷം ഇലക്ഷനെ പറ്റിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടൊക്കെ ഉള്ള ഒരു ഡീറ്റെയിൽസ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. 1959 ശേഷം 1989 വരെ 21 വയസ്സ് കഴിഞ്ഞാൽ മാത്രമേ വോട്ടവകാശം നടപ്പിലാക്കിയിരുന്നുള്ളൂ. 8 വയസ്സിൽ വോട്ട് ചെയ്യാം. കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റി നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഇലക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് ജസ്റ്റ് നമുക്ക് നോക്കിയിട്ട് പോകാം. ഇലക്ഷന്റെ വിവിധ ഘട്ടങ്ങൾ നമ്മൾ ന്യൂസിലൊക്കെ കാണുന്നതാണ്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ പലതും എപ്പോഴും ന്യൂസിൽ കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ അത് നിയമിക്കലുണ്ടാവും. അത് കഴിഞ്ഞാൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിക്കും. പിന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കലായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ പത്രിക സൂക്ഷ്മ പരിശോധന നടത്തലുണ്ട്. ഇതൊക്കെ പല ഘട്ടങ്ങളായി നമ്മൾ ന്യൂസിലൂടെ കാണുന്നതാണ്. ഇലക്ഷൻ സമയത്ത് അങ്ങനെ പത്രിക സൂക്ഷ്മ പരിശോധന കഴിഞ്ഞാൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കലും ഉണ്ടാകും. അത് കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. അത് കഴിഞ്ഞാലാണ് വോട്ടെടുപ്പ് നടത്തുക. പിന്നെ വോട്ടെണ്ണലും പല പ്രഖ്യാപനവും നടത്തും. ഇത്രയും കാലങ്ങളാണ് ഇലക്ഷനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ SCERT 5th സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കിൽ ഉള്ളത്. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പറ്റി കൂടി അതിന്റെ ബേസിസ് കാര്യങ്ങൾ കൂടി നമുക്ക് പഠിക്കാം. താങ്ക് യു.